ബുദ്ധിയില്ലായിരിക്കും നമുക്ക് കുഞ്ഞുങ്ങൾ. എത്രയോ കുട്ടികളുടെ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുന്നു. അത് നമ്മൾ പറയും അവന് ബുദ്ധിയില്ല, കഴിവില്ല. ചിലർ പറയും അവന് ബുദ്ധി ഉണ്ടായിട്ടും അവൻ പഠിക്കുന്നില്ല, ഉഴപ്പ, അലസതയാ, മടിയാന്നൊക്കെ പറയും. എന്തു തന്നെയായാലും അവന് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് പറയണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പറയണം. എന്താ പറയേണ്ടത്? യേശുവിന്റെ ഈ മകന്റെ ആവശ്യത്തെക്കാൾ മതിയായവനാണ് എന്നും സർവശക്തനാണ് എന്നും ഞാനത് പറയണം. പ്രാർത്ഥിക്കാൻ പറ്റാത്ത മകനാണെങ്കിൽ മകന് വേണ്ടി അപ്പനോ അമ്മയോ പ്രാർത്ഥിക്കണം. ഈ വാക്കുകൾ ഉച്ചരിക്കണം. എന്താണ് നിങ്ങളുടെ ആവശ്യം? അതെന്തു തന്നെയായാലും, ചെറുതോ വലുതായാലും, എത്ര ഭയാനക പരിസ്ഥിതി ആയിരുന്നാലും, യേശു ഇതാ നിന്റെ ആവശ്യത്തെക്കാൾ വലിയവനാണ്. യേശു നിന്റെ ആവശ്യത്തെക്കാൾ വലിയവനാണ്, അധികം വലിയവനാണ്, മതിയാണ്, സർവശക്തനാണ് എന്ന് ഇന്ന് നീ പറഞ്ഞാൽ, വർത്തമാനകാലമാകുന്ന ഇന്ന് നീ പറഞ്ഞാൽ, അത് ഭാവി കാലത്ത് നിന്റെ ജീവിതത്തിൽ മകന്റെ മകളുടെ ആ ജീവിതം മാറുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റും. കർമ്മത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. വർത്തമാനകാലത്തിൽ പറയേണ്ടത് വർത്തമാനകാലത്തിൽ തന്നെ പറയണം. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് പറയേണ്ടത് എന്താ? യേശുവിന്റെ മകൻ ഇന്ന് പഠിക്കാൻ പറ്റുന്നില്ല, യേശുവിന്റെ മകൻ പഠിക്കുന്നത് മറന്നു പോകുന്നു. നീ പറയണം, യേശുവിന്റെ മകൻ ഇന്ന് പഠിക്കുന്നത് മറന്നു പോകുന്നു, അവൻ പഠിക്കാൻ പറ്റുന്ന അലസതയാ. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കോൺസെൻട്രേഷൻ ചെയ്യാൻ അവന് സാധിക്കുന്നില്ല യേശുവേ. എന്നാൽ ഈ ആവശ്യത്തെ കഴിഞ്ഞ് മതിയായവൻ സർവശക്തൻ എൽശദായി അങ്ങാണ് എന്ന് യേശു ഞാൻ ഏറ്റു പറയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ തുടങ്ങുന്ന സമയം മുതൽ നിന്റെ പഠിക്കാത്ത കുഞ്ഞിന് അവിടെ പഠനം ഇതാ വിജയകരമായി മാറുന്ന കാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് കാണിച്ചതിന് ഹല്ലേലൂയ. ഒരിക്കൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ഈ SSLC പരീക്ഷയുടെ സമയത്ത് ഒരു മകളെയും കൊണ്ട് അപ്പനും അമ്മയും എന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് വന്നു. അവർ വന്നതിന്റെ കാരണം ഇതാ, ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്കായിരുന്നു ബ്രദറെ. ക്രിസ്മസ് പരീക്ഷ ആയി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ മാർക്ക് പകുതിയായി. ഇനി ഇതിന് ജയിക്കുമോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആകുലതയാണ്, അസ്വസ്ഥതയാണ്. ഞങ്ങൾ എല്ലാ ദിവസം പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് മറുപടി പറയും? പ്രതീക്ഷിച്ചിരിക്കുക, അപ്പനും അമ്മയും കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക, ജയിക്കും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ എവിടെയാണ് അപകടം സംഭവിച്ചത്? വർത്തമാനകാലത്തിൽ ആ കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്നാണ് കുഞ്ഞ് പഠിക്കുന്നത്, ഇന്ന് കുഞ്ഞിനെ പഠിക്കാനുള്ള കൃപ ഇതാ സർവശക്തൻ ലഭിക്കണമെന്ന് ഞാൻ എന്റെ ദൈവത്തോട് പറയേണ്ടതിന് പകരം നാളെ പരീക്ഷ അവനെ ജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ ഇന്ന് പഠിക്കാതെ നാളെ എങ്ങനെ അവൻ പരീക്ഷ എഴുതും? ദൈവവൈദ്യരെ കരമേറ്റ് പറഞ്ഞ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പഠിക്കേണ്ട കുഞ്ഞിന് ഇന്ന് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നീ പറയേണ്ടത്. മാർച്ച് മാസത്തിൽ ആരംഭിക്കുന്ന 10ാം ക്ലാസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് നീ പറയേണ്ട. ഇന്ന് നിന്റെ മകനോ മകളോ സ്കൂളിലേക്ക് പോകുമ്പോൾ ഫുൾ കോൺസെൻട്രേഷനായി അത് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇതാ നല്ലവണ്ണം പഠിക്കുവാൻ വേണ്ടി ആ കുഞ്ഞിന് വേണ്ടി ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് കൊടുക്കണം. ഇത് വർത്തമാനകാലമാണ്. ഈ വർത്തമാനകാലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആ കുഞ്ഞിന്റെ മേൽ ഇറങ്ങണം. പ്രിയപ്പെട്ടവരെ, നിരാശ എടുത്തു മാറ്റി പറയുമ്പോൾ ഇന്നവന് പഠിച്ചാൽ നാളെ പരീക്ഷയിൽ അവന് ജയിക്കാൻ പറ്റും. ഇന്ന് പഠിക്കാതെ അവൻ നാളെ പരീക്ഷ എഴുതിയാൽ തോറ്റുപോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതാ വചനം പറയുന്നുണ്ട്, കാറ്റിനെ നോക്കിയിരിക്കുന്നവന് വിതയ്ക്കാനോ കൊയ്യാനോ സാധിക്കത്തില്ല. കാരണം എന്താ? കാറ്റ് കടന്നു പോകട്ടെ എന്ന് കരുതിയിരിക്കും, കാറ്റ് ഒരിക്കലും കടന്നു പോകത്തില്ല. ഒരു കാറ്റ് പോയാൽ അടുത്തിളം കാറ്റ് വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ ഇന്നാണ് നിന്റെ ജീവിതത്തിന്റെ ഗതി മാറേണ്ടത്. ഇന്നാണ് നിനക്ക് ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം വേണ്ടത്. അതുകൊണ്ട് നീ പറയണം, എന്താ പറയേണ്ടത്? ഇതാ ഒരു കടലാസിൽ എഴുതി വെക്കുക. നിന്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങൾ നീ ഒരു കടലാസിലേക്ക് എഴുതണം, വലിയ അക്ഷരത്തിൽ എഴുതണം. എങ്ങനെ എഴുതുന്നത്? സർവശക്തനായ യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ്. ഹല്ലേലൂയ. ആരാണ്? സർവശക്തനായ യേശു
എന്റെ ആവശ്യത്തെക്കാൾ അധികം അധികം മതിയായവൻ. കരമുയർത്തിയെന്ന് പറഞ്ഞ് സർവശക്തനായ യേശു, സർവശക്തനായ യേശു, പറഞ്ഞ് സർവശക്തനായ യേശു, സർവശക്തനായ യേശു, എന്റെ ആവശ്യത്തെക്കാൾ അധികം അധികം മതിയായവൻ. അധികം മതിയായവൻ. കരങ്ങൾ താഴ്ത്തിയിട്ട് ഈ പേപ്പറിൽ എഴുതണം, വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണം. സർവശക്തനായ യേശുവിന്റെ ആവശ്യത്തെക്കാൾ അധികം അധികം മതിയായവൻ. ഹല്ലേലൂയ. നീ നടക്കുമ്പോൾ കാണാൻ പാകത്തിന് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം, ഇത് വായിക്കാനായിട്ട് പറ്റണം. സർവശക്തനായ യേശുവിന്റെ ആവശ്യത്തെക്കാൾ അധികം അധികം മതിയായവൻ. ഓരോ ദിവസവും നിന്റെ വീട്ടിൽ നിനക്കൊരു ആവശ്യങ്ങളുണ്ട്, ഓരോ മണിക്കൂറിൽ നിനക്കൊരു ആവശ്യങ്ങളുണ്ട്, ഓരോ മാസം നിന്റെ ജീവിതത്തിൽ ഒരു ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യം നീ ഏറ്റു പറയണം. സർവശക്തനായ യേശുവിന്റെ ആവശ്യത്തെക്കാൾ അധികം അധികം മതിയായവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാസാവസാനം കുഞ്ഞിന് സ്കൂളിൽ ഫീസ് കൊടുക്കണം, ട്രാവലിംഗുള്ള ഫീസ് കൊടുക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? ആ സമയത്തോടെ പോരാ, നീക്കൊരു വിശ്വാസം ഉണ്ടാകണം. മാസാവസാനം എന്റെ കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാനും വണ്ടിക്ക് കാശ് കൊടുക്കാനും എന്റെ യേശു മതിയായവനാണ്. അതേ പ്രിയപ്പെട്ടവരെ, സർവശക്തനാണ് എന്ന് നീ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള സമയത്തേക്ക് അത് ക്രിയേറ്റ് ചെയ്യുന്ന ദൈവശക്തി നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ സർവശക്തനായ യേശു എന്റെ ആവശ്യത്തേക്കാൾ അധികം അധികം മതിയായവനാണ്. കരമങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലൊന്ന് കണ്ടേ. പലർക്കും പല ആവശ്യങ്ങളാ, പലർക്കും പല നിയോഗങ്ങളാ. എന്നിട്ട് പറയാം, സർവശക്തനായ യേശു എന്റെ ഈ ആവശ്യത്തേക്കാൾ അധികം അധികം മതിയായവനാണ്. സർവശക്തനായ യേശു എന്റെ ഈ ആവശ്യത്തേക്കാൾ അധികം മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓടരുത്, നിരാശപ്പെടരുത്, പ്രത്യാശയോടെ പറയണം. നിന്റെ ആവശ്യം എന്താ അത് നീ പറയണം. എന്റെ ആവശ്യം ഈശോ നിന്റെ മുൻപിൽ സമർപ്പിച്ചു കഴിഞ്ഞു. എന്റെ ആവശ്യത്തെക്കാൾ അധികം അധികം അങ്ങ് മതിയായവരാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് പറയും തോറും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ കൃപ ചലിക്കാൻ തുടങ്ങും. ഈ എഴുതുന്ന പേപ്പർ എവിടെയെങ്കിലും ഒട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ പേപ്പർ ഒട്ടിച്ചു വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ ഒട്ടിച്ചു വെക്കുന്നത്? ഹല്ലേലൂയ. കാണാൻ പാകത്തിൽ വെക്കണം. ഈ വീടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും അത് ശ്രദ്ധയിൽപ്പെടും. അത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സേറ്റു പറയും. എന്താ പറയുന്നത്? സർവശക്തനായ യേശുവിന്റെ ആവശ്യത്തെക്കാൾ അധികം അധികം മതിയായവനാണ്. ഹല്ലേലൂയ. വീടിന്റെ ഉള്ളിൽ ഞാൻ അത് എഴുതി ഒട്ടിച്ചു വയ്ക്കുമ്പോൾ, ഞാനത് വായിക്കും തോറും എന്റെ പ്രശ്നങ്ങളുടെ മേൽ ആ വലിയൊരു സാന്നിധ്യം ഇറങ്ങി വരുന്ന കാഴ്ച കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിൽ അവര് മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കൊച്ചിനെ കൊണ്ടുവന്ന മാതാപിതാക്കള്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. ഈ കുഞ്ഞിനെ ഈശോയുടെ കരങ്ങൾ കൊടുത്തിട്ട് പറയണം, ഇതാ ഈ കുഞ്ഞിനെ കഴിഞ്ഞും വലിയവനാണ്, അങ്ങ് സർവശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മാതാപിതാക്കളോട് പറഞ്ഞു. ഈ കുട്ടിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ കുട്ടി ഞാനിപ്പോൾ പറഞ്ഞ് പ്രാർത്ഥന കടലാസാക്കി മാറ്റി അത് അവരുടെ മേശയ്ക്കുള്ളിലിട്ടു. പഠിക്കുന്നതിന് മുൻപ് ആ കടലാസ് എടുത്ത് അവൾ വായിക്കാൻ തുടങ്ങി. സർവശക്തനായ യേശുവിന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ് എന്നാണ് ആദ്യം പറയുന്നത്. ഈശോയെ, പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്ക് ലഭിക്കണം. ഈശോ, എനിക്ക് പരീക്ഷ ജയിക്കാൻ നീ എന്നെ അനുവദിക്കണം. സർവശക്തനായ യേശുവേ, അങ്ങന്റെ ആവശ്യത്തേക്കാൾ അധികം മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് ആ മകൾ പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിക്കുകയും ആ സ്കൂളിൽ ഏറ്റവും ടോപ്പായ മകൾ മാറുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, സാധ്യമായി ഒന്നുമില്ലെന്ന് നമ്മൾ അറിയുക. എന്റെ യേശുവിന്റെ നാമത്തിൽ എല്ലാം സാധ്യമാക്കി തീർക്കാൻ പറ്റും. അതെ, ഇങ്ങനെ നമ്മൾ എഴുതിയോടെ വെച്ചിട്ടുണ്ട്.
അതിന്റെ അകത്ത് നമുക്ക് വേറെ കൂട്ടിച്ചേർക്കാം. ഞാൻ ഹൃദ്രോഗിയാണ്, അല്ലെങ്കിൽ എന്റെ മദ്യപാനം മാറുന്നില്ല, എന്റെ കടം വീഴുന്നില്ല എന്നൊക്കെ ആ പേപ്പറിൽ കൂട്ടിച്ചേർക്കാൻ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയണം, സർവശക്തനായ യേശു എന്റെ ആവശ്യത്തെക്കാൾ മതിയായവനാണ്, സർവശക്തനാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ആവർത്തിക്കുന്നതോറും എന്റെ പ്രശ്നത്തിന്റെ മേൽ യേശുവിന്റെ അനുഗ്രഹം വരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് വേണമെന്ന് പറയാം. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. ഈശോട് പറയണം, യേശുവേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയണം. പാപങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞാൻ നല്ല കുമ്പസാരം നടത്തുന്നു എന്ന് പറഞ്ഞ് നീ ദൈവത്തിന്റെ സന്നിധിയിൽ പറയാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, യേശു പ്രാർത്ഥന കേൾക്കുകയും സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ വീട്ടിൽ എഴുതുന്ന മേശപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ഭിത്തിയിലോ ഒട്ടിച്ചൊളിച്ചിട്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യേശു നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ വിശ്വസിച്ചാൽ, വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിച്ചാൽ, വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. യേശു പറഞ്ഞു, നീ പറഞ്ഞില്ലേ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വിശ്വസിച്ചാൽ, വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, സംഭവിക്കാത്തതൊന്നുമില്ല. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കരുത്. സംഭവിക്കേണ്ടത് സംഭവിക്കാൻ യേശുവിലുള്ള വിശ്വാസമാണ് എന്ന് വിശുദ്ധ ബൈബിള് എന്നെയും നിങ്ങളെയും ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കരമേറ്റി പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു എന്റെ പ്രാർത്ഥന കേൾക്കും. എന്താ യേശു കേൾക്കാൻ കാരണം? സർവശക്തനായ യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ് എന്ന് ഞാൻ പറയുമ്പോൾ അവൻ കേൾക്കാതിരിക്കത്തില്ല കേട്ടോ. അവൻ കേൾക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് ദിവസത്തിന്റെ പല പ്രാവശ്യം ഞാൻ പറയുമ്പോഴോ അവന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, കാരണം നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് പറയണം. വിശ്വസിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സർവശക്തനായ യേശുവിന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യമാണ്, നിങ്ങൾ വിശ്വസിച്ചാൽ, വിശ്വാസത്തോടെ പറഞ്ഞാൽ അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാൻ വിശ്വസിച്ചാൽ, ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞാൽ യേശുവിന്റെ അത്ഭുതം എനിക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഒരു അത്ഭുതം കാണാനായി വിശുദ്ധ കൂടാരത്തിലേക്ക് നെടുമാവിന്റെ മലമുകളിൽ ഉയർത്തപ്പെട്ട വിശുദ്ധ ശ്രീമായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് എന്നെയും നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എങ്കിൽ വിശ്വാസത്താൽ പറയണം. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചുകൊണ്ട് പറയണം, അത് സംഭവിക്കുക തന്നെ ചെയ്യാം. വിശ്വാസത്തിനൊരു ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തിനൊരു ശക്തിയുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ശക്തിയും വിശ്വാസവും കൂടി അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തുടർന്ന് വരുന്ന ബൈബിൾ ഭാഗങ്ങൾ നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. കാരണം ഇങ്ങനെയല്ല നമ്മുടെ പഠന രീതി. അതെയോ? അല്ല. നമ്മൾ വേറെ രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മറ്റൊരു രീതിയിലേക്ക് പോയിട്ട്, എന്നാൽ ഇതൊരു എളുപ്പ വഴിയാണ്. ഹല്ലേലൂയ, എളുപ്പ വഴിയാണ്. ഈ എളുപ്പ വഴി ഉപയോഗിക്കണമെങ്കിൽ ശുദ്ധീകരിച്ചിട്ട് വേണം, പാപങ്ങളേറ്റ് പറഞ്ഞിട്ട് വേണം. അതേ പ്രിയപ്പെട്ടവരെ, കരുണാമയനും സർവശക്തനുമായ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ അനുഗ്രഹിച്ച് അനുഭവമാക്കി തരും. ഹല്ലേലൂയ. കരുണാമയനും സർവശക്തനുമായ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ അനുഗ്രഹിച്ച് അനുഭവമാക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കരുണാമയനായ സർവശക്തനായ ദൈവം എന്താ നോക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ സമ്പത്തിനെയല്ല നോക്കുന്നത്, നിങ്ങളുടെ സൗന്ദര്യത്തെയല്ല, നിങ്ങളുടെ വീടിനെയല്ല നോക്കുന്നത്. അവൻ നോക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെയാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ നോക്കി ആ വിശ്വാസത്തെ അനുഗ്രഹിച്ച് അനുഭവമാക്കി തരും. നിന്റെ ആവശ്യം നീ പറഞ്ഞല്ലോ,
സർവശക്തനായ യേശുവിന്റെ ആവശ്യത്തേക്കാൾ മതിയായവനാണ് എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിലാണ് ഇത് പറയുന്നതെങ്കിൽ ആ വിശ്വാസത്തെ അനുഗ്രഹിച്ച് അനുഭവമാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഇത് നടക്കാൻ സാധ്യതയുള്ളതാണോ? അല്ലേ? അതെ, ഹല്ലേലൂയ. എല്ലാ ധ്യാനത്തിലും നമ്മൾ പറയും ഇത് നടക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ഒന്നും ഇന്ന് വരെ നടന്നിട്ടില്ല. എന്നാൽ അതുപോലെയല്ല, ഇത് നടക്കണം. ദൈവവൈദ്യയിലേക്ക് നടക്കണം. ഇത് നടക്കാൻ വേണ്ടിയാണ് വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. എന്താ കാരണം? സർവശക്തനും കരുണാമയനുമായ എന്റെ ദൈവം എന്റെ വിശ്വാസത്തെ അനുഗ്രഹിച്ച് അനുഭവമാക്കി തീർക്കാൻ പോകുന്ന ആ വാക്കുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ വാക്കിന്റെ ശക്തി എന്ന് പറയുന്നത്? സർവശക്തനായ യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ്. കരമേറ്റോട് പറഞ്ഞേ, സർവശക്തനായ യേശു, സർവശക്തനായ യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ്. ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ ഒരു ദൈവത്തിന്റെ മഹത്വം പറയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സർവശക്തനായ, സകല ആവശ്യങ്ങളെക്കാളും അധികമായവനായ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിനക്ക് ഇത് ലഭിക്കുമെന്നാണ് ഇതിന്റെ ആത്മീയമായ അർത്ഥം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സർവശക്തനായ, സകല ആവശ്യങ്ങളെക്കാളും അധികമായവനായ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിനക്ക് ഇത് ലഭിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വേദപുസ്തകം ബൈബിൾ റോമാലേഖനം 4-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. റോമാലേഖനം 4-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ കേൾക്കാം. 4-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരുന്നുവെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന്റെ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ അബ്രാഹത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു അബ്രാഹം. അവജനമത നിങ്ങൾ വീട്ടിൽ പോയി വളരെ ആഴത്തിൽ ധ്യാനിക്കണം. എന്തുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ അടയാളമാണത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. പ്രിയപ്പെട്ടവരെ, ദൈവം വാഗ്ദാനം ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ആ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രാഹാം ചെയ്ത ഒരു കാര്യമില്ല, ദൈവത്തിന് മഹത്വം കൊടുത്തു. എങ്ങനെയാ മഹത്വം കൊടുത്തത്? സർവശക്തനായ യേശു എന്നീ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ് എന്ന് മനസ്സിലാക്കിയവൻ. ഹല്ലേലൂയ. 100 വയസ്സായ ശരീരത്തിന്റെ മേൽ അതാ ദൈവത്തിന്റെ പ്രവൃത്തി വരാൻ പോകുന്നുവെന്ന് അവൻ വിശ്വാസം കൊണ്ട് ഏറ്റു പറഞ്ഞു. നിന്റെ ലക്ഷങ്ങളുടെ കടബാധ്യത മാറാൻ ദൈവത്തിന്റെ ശക്തി വരുമെന്ന് നീ വിശ്വസിച്ചെന്ന് ഏറ്റു പറഞ്ഞാൽ ഇതാ നിന്റെ ആ ലക്ഷങ്ങളുടെ കടബാധ്യത മാറ്റാൻ ദൈവത്തിന് സാധിക്കും. അബ്രാഹാം പറഞ്ഞത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ. എന്താ അവിശ്വാസം? അവിശ്വാസം എന്ന് പറയുന്നത് ഇത് നടക്കുമോ, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കുന്നത് പോലെയല്ല. പ്രിയപ്പെട്ടവരെ, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ഇത് സംഭവിക്കുമെന്ന്, ഇത് സംഭവിച്ചു കഴിഞ്ഞുവെന്ന്, സംഭവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ച് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. വർത്തമാനകാലത്തിൽ ദൈവം പറഞ്ഞത് വർത്തമാനകാലത്തിൽ അവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഭാവി കാലത്തിൽ
ഹല്ലേലൂയ. അതെ, അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തത് കൊടുത്തില്ലേ? ഇസ്ഹാക്കിനെ ഭൂമിയിലേക്ക് തന്നില്ലേ? അതാണ് ദൈവത്തിന്റെ ആ വാഗ്ദത്തമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം വാഗ്ദാനം ചെയ്ത് പ്രവർത്തിക്കുവാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു. അതേ പ്രിയപ്പെട്ടവർ, അബ്രാഹം ചെയ്ത ഒരു കാര്യം ഇതാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുവാനും അതേ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു അബ്രാഹം ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുവാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. അത് അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ പരാജയത്തിന്റെ മുന്നിൽ, നിങ്ങളുടെ ഇല്ലായ്മകളുടെ മുന്നിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുവാനും ശക്തനുമാണ് എന്ന് പൂർണ്ണമായി നീ ഇന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നിന്റെ പ്രശ്നങ്ങളിൽ ഈ ശക്തി കടന്നു വരുന്നത് നിനക്ക് കാണാനായിട്ട് പറ്റുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. കരമേറ്റി പറഞ്ഞു ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്ന് അത്ഭുതം വരേണ്ടത് ദൈവിക ശക്തിയിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അബ്രാഹാം അത് മനസ്സിലാക്കി. ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കി അബ്രാഹാം അതേറ്റു പറഞ്ഞു, ആമേൻ പറഞ്ഞു, സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലരും ഇത് വിശ്വാസമില്ലാതെയാ പറയുന്നത്, ഭാവനയിൽ കാണാതെയാ പറയുന്നത്, അതേ ഒരു ബോധ്യമില്ലാതെ പറയുന്നത്. അതുകൊണ്ട് എന്തോ സംഭവിക്കുന്നു? കാലതാമസത്തിൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. അബ്രഹാം കണ്ട ഈ ബോധ്യത്തിൽ, അബ്രഹാം കണ്ട വിശ്വാസത്തിൽ, അബ്രഹാം മനസ്സിലാക്കിയ ദൈവത്തിൽ, അബ്രഹാത്തിന്റെ വിശ്വാസത്തിൽ ഞാനും നിങ്ങളും ഈ പ്രശ്നത്തെ നോക്കിക്കണ്ടാൽ പ്രശ്നം അവസാനിക്കും കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ എന്തു വേണം? ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ പറയാം, ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുന്ന ശക്തനാണെന്ന് പൂർണ്ണമായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ ചെയ്യുന്നതെന്ന് ചെയ്യില്ലേ? യേശു പറഞ്ഞത് ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നീ ചെയ്ത ഒരേ ഒരു കാര്യമല്ല, നിന്റെ പ്രശ്നത്തിന് മുന്നിൽ ദൈവത്തിൽ വിശ്വസിച്ചോ, യേശുവിൽ വിശ്വസിച്ചോ. എന്ത് പറയും? സർവശക്തനായ യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാ. അത് നിനക്ക് പറയാൻ പറ്റണം. ഹല്ലേലൂയ. പറ്റണം. പ്രിയ ദൈവമക്കളെ, പറ്റുന്നില്ല എങ്കിൽ അവിടെ പരാജയമായിരിക്കും. എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല എന്ന് പറയും. അതെന്ത്? പ്രിയപ്പെട്ടവരെ, അബ്രഹാം പറഞ്ഞതുപോലെ എന്റെ ആവശ്യങ്ങൾക്ക് മതിയായവൻ എന്റെ യേശുവാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കും. അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചാൽ അവൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കണം. വാഗ്ദത്തം ചെയ്തവൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഈ രണ്ട് കാര്യം ചെയ്താൽ ഹല്ലേലൂയ. നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ രണ്ട് വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യം ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ വിശ്വസിക്കണം. അവിടെ ഒരു വാഗ്ദാനമുണ്ട്. എന്താ? നിന്റെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ എന്നിലും വിശ്വസിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൈവവൈദ്യരെ പറയാനുള്ള കാര്യമില്ല. നിന്റെ ഹൃദയം ഒന്നിനെ കുറിച്ച് ആകപ്പെട്ട് അസ്വസ്ഥപ്പെടേണ്ട. കടമാഗ്നിയാകട്ടെ, രോഗമാകട്ടെ, തകർച്ചകളാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, നീ ആകുലപ്പെടണ്ട. അവിടുന്ന് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താ? യോഹന്നാൻ 14:1, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും. ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ സമ്മതിക്കത്തില്ല പലരെയും. സമ്മതിപ്പിക്കൂ? വിശ്വസിക്കാൻ സമ്മതിപ്പിക്കത്തില്ല പിശാച്. വിശ്വസിക്കാതിരിക്കാൻ അവൻ പല വഴികൾ കളിക്കും.
വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. അതുകൊണ്ട് ഞാൻ തമ്പുരാൻ പറഞ്ഞത് എന്നിലും വിശ്വസിക്കണം, ദൈവത്തിലും വിശ്വസിക്കണമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് സാക്ഷ്യമാണ്. അബ്രഹാം ഒരു അസാധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു, വിശ്വസിച്ചു, അവനത് ലഭിച്ചു. അബ്രഹാം എന്താ ചെയ്തത്? ഒരു അസാധ്യ കാര്യത്തിന് വേണ്ടി അവൻ വിശ്വസിക്കുന്നത്. 100 വയസ്സായി കഴിഞ്ഞ ഒരുത്തിന്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ അവൻ എന്ത് ചെയ്യേണ്ടത്? അവിടെ ഒരു അസാധ്യ കാര്യം സാധ്യമാകുന്നതിനെ കുറിച്ച് അബ്രഹാം വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 വയസ്സുള്ള ഒരുത്തിന്റെ അടുക്കൽ വന്ന് നിനക്കൊരു കുഞ്ഞിനെ തരുമെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു അസാധ്യ കാര്യത്തിന് വേണ്ടി അവൻ വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ച വിശ്വാസം ഞാൻ പറയുന്നത്. ഒരു അസാധ്യത്തിന് വേണ്ടി, ഈ ഭൂമിയിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തിന് വേണ്ടി, അതേ പ്രിയപ്പെട്ടവരെ, അവൻ ആഗ്രഹിച്ചു. ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ അസാധ്യത്തിന് വേണ്ടി, അസാധ്യത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു, അത് വിശ്വസിച്ചു, അവനത് ലഭിച്ചു. 2 കാര്യം അബ്രഹാം ചെയ്തത്. അസാധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു, അത് വിശ്വസിച്ചു. ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു മുമ്പ് ഇതുപോലൊരു അത്ഭുതം ചരിത്രത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഇതുപോലൊരു അത്ഭുതം ചരിത്രത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ല. ലഭിച്ചിട്ടുണ്ടോ എന്ന് അബ്രഹാം അന്വേഷിച്ചതുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ന് പറഞ്ഞു. അബ്രഹാം അസാധ്യത്തിന് വേണ്ടി വിശ്വസിച്ചു, വിശ്വസിച്ചപ്പോൾ അവന് ലഭിച്ചു. എന്നാൽ ഇതിനു മുമ്പ് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടോ എന്ന് അബ്രഹാം അന്വേഷിച്ചതില്ല. ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അന്വേഷണമാണ് നമ്മുടെ ജീവിതത്തിലെ അപകടം. ദൈവ സന്ദേശം കേട്ടിട്ട് നമ്മൾ തുടർന്ന് അന്വേഷിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ നമ്മൾ പരാജയപ്പെടും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ലഭിച്ചിട്ടുണ്ടോ എന്ന് അബ്രഹാം അന്വേഷിച്ചതില്ല. നെടുമാവിന്റെ മലമുകളിൽ ഉയർത്തപ്പെട്ട ശ്രീഹായുടെ ഈ രമാലയത്തിലേക്ക് വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ വന്ന് നീ അന്വേഷിച്ചാൽ നിനക്ക് ഇവിടെ നെഗറ്റീവ് ആകാം. എന്നാൽ അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നീ ഇവിടെ വരുമ്പോൾ നിനക്ക് തരാൻ വേണ്ടിയാ ഈ മലമുകളിലേക്ക് നിന്റെ കൈപിടിച്ച് അവിടുന്ന് കൊണ്ടുവന്നത് എന്നാണ് നീ വിശ്വസിക്കേണ്ടത്. ഉറക്കം വരുന്നത് പറഞ്ഞ ഹല്ലേലൂയ. അതിൽ മാത്രം നമുക്ക് വിശ്വാസം പോരാ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകണം. അബ്രഹാം ഒരു അസാധ്യത്തിന് വേണ്ടി വിശ്വസിച്ച് ആഗ്രഹിച്ചു, അവനത് ലഭിച്ചു. ഞാൻ പറഞ്ഞത്, ഈ കൂടായ്മയിൽ എണ്ണങ്ങളോ അവിടെ പോയിട്ട് വല്ലതും കിടക്കുവോ നടക്കുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കാണണം, കേൾക്കണം. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ആരോടും നിങ്ങൾ ചോദിക്കരുത്. അവിടെ പോയാൽ കാര്യം സാധ്യമോ എന്ന് ആരോടും ചോദിക്കരുത്. പള്ളിയുടെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡിന്റെ വല്ലതും ആൾ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കരുത്. നീ ഇവിടെ വന്നാൽ നിന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റണമെങ്കിൽ നീ ഒരു അസാധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കണം. നീ ഒരു അസാധ്യ കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് നീ അത് വിശ്വസിച്ചാൽ നിനക്ക് ഈ മലമുകളിൽ നിന്നും താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദേവാലയത്തിന്റെ മലമുകളിൽ നിന്ന് ഇതാ ഒഴുകിയിറങ്ങുന്ന അനുഗ്രഹത്തിന്റെ നീർച്ചാലിലൂടെ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കർമ്മത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബ്രഹാം ആരോടും അന്വേഷിച്ചില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ഇതിനു മുമ്പ് 150 വയസ്സായ ആൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. അന്വേഷണം അപകടമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ലഭിച്ചിട്ടുണ്ടോ എന്ന് അബ്രഹാം അന്വേഷിച്ചില്ല. ഇത് ചെയ്യാൻ കഴിവുള്ള സർവശക്തനാണ് അത് പറഞ്ഞതെന്ന് വിശ്വസിച്ചു. അബ്രഹാം ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് അത് പറഞ്ഞതെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. അബ്രഹാം അന്വേഷിച്ചു പോയില്ല എന്ത് സംഭവിച്ചിട്ടുണ്ടോ, ഇത് ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചില്ല. മറിച്ച് അബ്രഹാം ചെയ്ത കാര്യം എന്താണ്? ഇത് ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനാണ് അത് പറഞ്ഞതെന്ന് വിശ്വസിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ ദൂത്, ഈ സന്ദേശം പറഞ്ഞവൻ ആരാ, ഇത് ചെയ്യാൻ കഴിവുള്ള സർവശക്തനാണ് എന്ന് അവൻ മനസ്സിലാക്കി. അവിടെയാണ് നിന്റെ കെട്ടുകൾ അഴിയേണ്ടത്, അവിടെയാണ് നിന്റെ കോട്ടകൾ തകരേണ്ടത്, അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ ഗതി മാറേണ്ടത്. അവരെ ഇവരെ നോക്കി അന്വേഷിച്ചാൽ ഒരു കെട്ടും ആർക്കും അഴിക്കാൻ പറ്റത്തില്ല. വ്യക്തിപരമാ നീ ദൈവത്തിന്റെ മുമ്പിലേക്ക് വന്നത് വ്യക്തിപരമെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിന്റെ കെട്ടുകൾ അഴിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യാൻ കഴിവുള്ള സർവശക്തനാണ് അത് പറഞ്ഞതെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇത് പറഞ്ഞത് എപ്പോഴാ? യോഹന്നാൻ 14:1 പറഞ്ഞു, നിന്റെ ഹൃദയം അസ്വസ്ഥമാകരുത്, ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കും, അവനിൽ നീ വിശ്വസിക്കണം. ഇത് പറഞ്ഞവനിൽ വിശ്വസിച്ചാൽ നിനക്ക് മാറ്റങ്ങൾ സംഭവിക്കത്തില്ലേ? ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞേ, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനാണ് എന്നോട് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനാണ് ഇന്ന് എന്നോട് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്കത് പറ്റുമോ? പറ്റണം. സർവശക്തനായ ദൈവം എനിക്ക് ഇത് ചെയ്തു തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ മാത്രമേ എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ആവശ്യത്തെക്കാൾ അധികം കഴിവുള്ളവനാണ് ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചു. എന്റെ ആവശ്യത്തെക്കാൾ അധികം കഴിവുള്ളവനാണ് ദൈവമെന്ന് അവൻ വിശ്വസിച്ചു, അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ടാ ഈ പ്രായമായപ്പോൾ ഇസ്ഹാക്കിനെ കിട്ടാനുണ്ടായ കാരണം. അവിടെ അബ്രഹാം അവിശ്വസിച്ചെങ്കിൽ എന്ത് സംഭവിക്കും? കിട്ടത്തില്ല. അബ്രഹാം വിശ്വസിച്ച എന്താ? എന്റെ ആവശ്യത്തെക്കാൾ അധികം കഴിവുള്ളവനാണ് ദൈവമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് അവനത് ലഭിച്ചു. അതുകൊണ്ട് അവൻ എന്താ ലഭിച്ചത്? വളരെ നിസ്സാരമായിട്ടാണ് അത് ലഭിക്കുന്നത്. ഈ വിശ്വാസത്താൽ അവന് വളരെ നിസ്സാരമായിട്ട് അതിനെ ലഭിക്കുന്ന. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 27, 28, 29 അധ്യായങ്ങൾ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 27, 28, 29 അധ്യായങ്ങൾ വായിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല, പക്ഷേ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ആ 3 അധ്യായങ്ങളിൽ ഇങ്ങനെ പലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യാക്കോബ് തന്റെ ജ്യേഷ്ഠനായ ഏസാവിനെ ഭയന്ന് ഓടി. അവന്റെ പക്കൽ തലയിൽ പുരട്ടാൻ എണ്ണയും ഒരു പുതപ്പും ഒരു വടിയും മാത്രമേ ഉള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യാക്കോബ് തന്റെ ജ്യേഷ്ഠനായ ഏസാവിനെ ഭയന്ന് ഓടുകയാണ്. അവന്റെ പക്കൽ തലമുടിയിൽ പുരട്ടാൻ അല്പം എണ്ണയും ഒരു പുതപ്പും ഒരു വടിയും മാത്രമേ ഉള്ളൂ. അവൻ കൊണ്ടുപോയി ഭയപ്പെട്ട് ഓടുക. യാക്കോബ് ഏസാവിനെ ഭയപ്പെട്ട് ഓടുന്നു. ഓടി അവന്റെ പക്കൽ ഉണ്ടായിരുന്ന 3 കാര്യങ്ങൾ മാത്രമാണ്: തലയിൽ പുരട്ടാൻ അല്പം എണ്ണ, ഒരു പുതപ്പ്, ഒരു വടി. ഹല്ലേലൂയ. ഓടുക, ഭയപ്പെട്ട് ഓടുക. പക്ഷെ അവൻ പോകുമ്പോൾ ഈ സാധനങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഈ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്യാൻസർ രോഗത്തിൽ നിന്നും ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ക്യാൻസർ രോഗത്തിൽ നിന്ന് ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ക്യാൻസർ രോഗി സൗഖ്യം പ്രാപിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കരമൊഴിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, സ്തോത്രം, യേശുവേ, ആരാധന, യേശുവേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ യാക്കോബ് ദൈവത്തിൽ വിശ്വസിച്ചു. യാക്കോബ് ദൈവത്തിൽ വിശ്വസിച്ച് അവൻ പോകുമ്പോൾ ജ്യേഷ്ഠനായ ഏസാവിനെ ഭയന്ന് ഓടുന്ന സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്നത് തലയിൽ പറ്റാൻ അല്പം എണ്ണയും ഒരു പുതപ്പും ഒരു വടിയും മാത്രമായിരുന്നുവെങ്കിൽ അവൻ പോകുമ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഓടുന്ന സമയത്ത് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? അവൻ എന്നെ അനുഗ്രഹിക്കും. ഈ പോകുന്ന യാത്രയിൽ അവൻ വിശ്വസിച്ചതാണ്, അവൻ എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കും.
ദൈവം എന്നെ അനുഗ്രഹിക്കും. എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ, യാക്കോബിന് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ. പക്ഷേ അവൻ വിശ്വസിച്ചു, ദൈവം എന്നെ അനുഗ്രഹിക്കും. അവൻ വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചതുപോലെ അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ 3 അധ്യായങ്ങൾ വായിച്ചാലേ അതിന്റെ വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അവന് എന്താ വിശ്വസിച്ചത്? അവൻ എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യും? അനുഗ്രഹിക്കണം. ഇവിടെ വന്ന് നിങ്ങൾ ധ്യാനം കൂടി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ധ്യാനം കൂടി നിങ്ങൾ അവൻ എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്? ഹല്ലേലൂയ. എനിക്കറിയാം, നിങ്ങൾ അങ്ങനെ പോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ? എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അനുഗ്രഹിക്കും, അവൻ എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഈ വിശുദ്ധ കൂടാരത്തിൽ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്നും പോയവരാരും തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ മടങ്ങി വരണം. ഈ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പറയണം, അവൻ എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. കർമ്മച്ചത് പറഞ്ഞ്, ഞാൻ ഈ ദേവാലയം വിട്ടു പോകുമ്പോൾ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് വേണം പോകാൻ. അവൻ എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സർവശക്തൻ എൽ ശദ്ദായി, അതേ പ്രിയപ്പെട്ടവരെ, അവൻ എന്നെ അനുഗ്രഹിക്കും എന്ന് പറയാൻ പറ്റണം. പക്ഷെ അവൻ വിശ്വസിച്ചതുപോലെ അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ഇത് സംഭവിച്ചെന്നറിയാമോ? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാക്കോബ് എന്തായി മാറി? ഭാര്യയും മക്കളും ഉള്ളവനായി തീർന്നു, മഹാസമ്പന്നനായി തീർന്നു. ഹല്ലേലൂയ. മനസ്സിലാവും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാക്കോബിന് ഭാര്യയുണ്ടായി, മക്കളുണ്ടായി. അത് മാത്രമല്ല, അവൻ മഹാസമ്പന്നനായി തീർന്നു. അവൻ പറഞ്ഞത് ഒരു കാര്യമേ ഉള്ളൂ, അവൻ എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞേ. അവൻ എന്നെ അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് നമ്മൾ ഒരു പ്രാവശ്യം അവസാനിപ്പിക്കരുത്. പല പ്രാവശ്യം പറയണം, സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിക്കും. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, യാക്കോബിന് അറിയത്തില്ല എങ്ങനെ അനുഗ്രഹിക്കുന്നു. പക്ഷേ അവനത് വിശ്വസിച്ചു, അവനത് ഏറ്റുപറഞ്ഞു. അബ്രഹാം അത് ഏറ്റുപറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങൾക്ക് വേണ്ടി അവൻ അബ്രഹാം വിശ്വസിച്ചതുപോലെ യാക്കോബ് അവൻ സമ്പന്നനായി മാറാൻ അവൻ വിശ്വസിച്ചതുപോലെ നിന്റെ ജീവിതത്തിന്റെ ഗതിമാറ്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാം. നീ ഇന്ന് വിശ്വസിക്കണം, അവൻ എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവൻ എന്നെ അനുഗ്രഹിക്കും. സർവശക്തൻ എന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ പറ്റണം. ഞാൻ അതുപോലും പറഞ്ഞാലും അവൻ എന്നെ അനുഗ്രഹിക്കുന്നില്ല. അനുഗ്രഹിക്കുന്നവന്റെ ശക്തി എന്നിലേക്ക് വരണമെങ്കിൽ ഞാൻ പറയുന്നു, അവൻ എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ശത്രുമായ ജ്യേഷ്ഠന്റെ ഹൃദയത്തിലെ പകയും കോപവും ദൈവം മാറ്റി മിത്രമാക്കി. ഈ ഏസാവും യാക്കോബും തമ്മിൽ വഴക്കായിരുന്നു, പിണക്കമായി. അതേ പ്രിയപ്പെട്ടവരെ, ഈ ജ്യേഷ്ഠനായ ഈ ശത്രുമായ ഏസാവിനെ ഭയന്നാണ് യാക്കോബ് ഓടിപ്പോയതെങ്കിൽ പിൽക്കാലത്ത് എന്തായി മാറി? ശത്രുമായ ജ്യേഷ്ഠന്റെ ഹൃദയത്തിലെ പകയും കോപവും ദൈവം മാറ്റി അവരെ മിത്രങ്ങളാക്കി എന്ന ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം വന്നു കഴിയുമ്പോൾ ശത്രുമാരും വിദ്വേഷന്മാരും കോപന്മാരും അതേ അവനെ ദൈവാനുഗ്രഹത്തിന്റെ ചാലുകളിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ കൃപ അവനിലേക്ക് അവന്റെ കുടുംബത്തിലേക്ക് തരും. ഇതിവിടെ സംഭവിച്ചുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലവ് മാറാൻ, കോപം മാറാൻ, ശത്രുത മാറാൻ, വിദ്വേഷം മാറാൻ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഈ ബൈബിൾ വാക്യങ്ങൾ പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ വീണ്ടും കാണുന്നു, ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ജോസഫിനെ നമുക്കറിയാം. ജോസഫ് ഒരു സ്വപ്നം കണ്ടു, താൻ മഹാനാകും, സഹോദരന്മാർ തന്നെ വണങ്ങും എന്ന് ജോസഫ് ഒരു സ്വപ്നം കാണുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ജോസഫാ, പുതിയ നിയമത്തിലെ ജോസഫ് അല്ല. ജോസഫ് സ്വപ്നം കണ്ടു. നമ്മൾ പലരും സ്വപ്നം കണ്ടില്ലേ? ഇന്ന് ബേസിനോട് ഞങ്ങൾ വണ്ടി വരുമ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ പകരം ഒരു സ്വപ്നം കണ്ടു. ഇവിടെ വരെ അതിനെ കുറിച്ചാണ് ഞങ്ങളുടെ ചർച്ച. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ജോസഫ് കണ്ട സ്വപ്നം എന്താണെന്നറിയോ? താൻ മഹാനാകും. ആര് മഹാനാകും? ജോസഫ്. ഹല്ലേലൂയ. നമ്മളങ്ങനെ സ്വപ്നം കണ്ടിട്ട് ആരോടെങ്കിലും പറയാം, ഇവിടെ നിന്ന പോരാ, അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ നെഗറ്റീവായിട്ട് പറയും. പക്ഷെ ഇവിടെ എന്താ? ജോസഫ് ഒരു സ്വപ്നം കണ്ടു. താൻ മഹാനാകും, സഹോദരന്മാർ തന്നെ വണങ്ങും എന്നാണ് ജോസഫ് കണ്ട സ്വപ്നം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുന്ന ഉൽപ്പത്തി 37:5 അത് കാണുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 37:5 നമുക്കൊന്ന് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ നമുക്കാവും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജോസഫ് കണ്ട സ്വപ്നം. ഉൽപ്പത്തി 37:5 വായിച്ച്. ഒരിക്കൽ ജോസഫിന് സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാഴത്ത് കറ്റ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴതാ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ താണുമണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അത്ര മതി. ആ സ്വപ്നം ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി, സമയക്കുറവുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാർ തന്നെ വണങ്ങും എന്നൊക്കെയാണ് ആ സ്വപ്നം. പക്ഷേ ജോസഫ് അത് വിശ്വസിച്ചു. ഹല്ലേലൂയ. ജോസഫ് എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആ സ്വപ്നത്തിന് വിശ്വസിച്ചു. എന്നിട്ട് കാണുന്നത് എന്താ? അവൻ വിശ്വസിച്ചതിനാൽ മറ്റുള്ളവരോടത് പറഞ്ഞു. അതായത് നമ്മൾ വായിച്ചു കേട്ടത്. മറ്റുള്ളവരോടത് പറഞ്ഞു. ജോസഫ് വിശ്വസിച്ച ആദ്യം വിശ്വസിച്ചത് എന്ത് ചെയ്തു? മറ്റുള്ളവരോട് അത് പറഞ്ഞു. എന്തായിരുന്നു? പറഞ്ഞപ്പോഴതിന്റെ അവസ്ഥ വേറെയാ. ഫലം തിരിച്ചായിരുന്നു. മറ്റുള്ളവരോട് ഈ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം ഫലം തിരിച്ചായിരുന്നു. അവൻ കൂടുതൽ അധപ്പതനത്തിലേക്ക് താണു. ജോസഫ് ഈ സ്വപ്നത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ കൂടുതൽ അധപ്പതനത്തിലേക്ക് വീണു. ഹല്ലേലൂയ. അവൻ തകർച്ചയിലേക്ക് വീണു, ഒറ്റപ്പെടലുകളായി. എന്നാൽ അവിടെ ഒരു പോയിന്റ് ഉണ്ട് പ്രിയപ്പെട്ടവരെയും. ബൈബിൾ പറയാം, അപ്പോഴും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, പാപം ചെയ്യാതെ തന്നെ സൂക്ഷിച്ചു. അപ്പോൾ ജോസഫ് എന്താ കാര്യം? അപ്പോഴും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഈ സ്വപ്നം മറ്റുള്ളവരോട് പറഞ്ഞതിന്റെ പേരിൽ അവര് ജോസഫിനെ ഒറ്റപ്പെടുത്തിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും പരിഹസിച്ചപ്പോഴും അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അപ്പോഴും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, പാപം ചെയ്യാതെ തന്നെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഈ കണ്ട സ്വപ്നം അവൻ വിശ്വസിച്ചു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചു പറഞ്ഞു. എല്ലാം പ്രതികൂലമായി തീർന്നുകൊണ്ടിരുന്നപ്പോഴും ജോസഫ് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എല്ലാം പ്രതികൂലമായി മാറി, എല്ലാ സാഹചര്യങ്ങളും എതിരായി മാറി. ഈ എതിരായി മാറിയ സമയത്തും ജോസഫ് എന്ത് ചെയ്തെന്നറിയാമോ? അപ്പോഴും അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും വിശ്വസിക്കോ? ഇനി എന്നാ വിശ്വസിക്കാം? പോട്ടെ, ഇനി എന്നാ വിശ്വസിക്കാനാ? പൂരെറിയും, പ്രാർത്ഥന വലിച്ചെറിയും. അങ്ങനെയല്ലേ നമ്മുടെ ആത്മീയത? പലരുടെയും ജീവിതത്തിൽ അങ്ങനെയാ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ്, അവനെ മുറുകിയപ്പോൾ, പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അവൻ വീണ്ടും വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചു. ഒടുവിൽ സംഭവിച്ചതാണ്. ഒടുവിൽ അവൻ വിശ്വസിച്ചത് തന്നെ സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. അവൻ വിശ്വസിച്ചത് തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. അവൻ വിശ്വസിച്ചത് തന്നെ. അവന്റെ വിശ്വാസം എന്തായിരുന്നു? അവന്റെ വിശ്വാസം സഹോദരന്മാർ അവനെ വന്ന് വണങ്ങുന്നതിനെ കുറിച്ചൊക്കെയാണ്. അതേ പ്രിയപ്പെട്ടവരെ, വണങ്ങും, താൻ മഹാനാകും. ഈ രണ്ട് കാര്യം അവൻ വിശ്വസിച്ചത്. താൻ മഹാനാകും. ഹല്ലേലൂയ. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഞാനൊരു ധനികനായി മാറും എന്ന് ചിന്തിക്കാൻ പറ്റും? ചിന്തിക്കോ? ഇതെപ്പോഴും കൊണ്ടൊക്കെ ജീവിച്ചാൽ മതി. ഹല്ലേലൂയ. എനിക്ക് കൂടുതലൊന്നും വേണ്ട. കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് തരുമോ?
എപ്പോഴെങ്കിലും നീ കർത്താവിനോട് എനിക്ക് കൂടുതലൊന്നും വേണ്ട കർത്താവേ, ഈ ഉള്ളത് കൊണ്ടൊന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ കർത്താവിന് തരാൻ പറ്റുമോ? പറഞ്ഞപ്പോ അവിടെ അതെല്ലാം ബ്ലോക്കാക്കി വെച്ചിരിക്കുക. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാ അരിക്ക് 30 രൂപ ആയിരുന്ന അരി ഇപ്പോൾ നല്ല കുത്തിരി കിട്ടണമെങ്കിൽ 60-70 രൂപയോ. അപ്പൊ 30 രൂപ അവിടെ നഷ്ടം വന്നു. വെളിച്ചെണ്ണയ്ക്ക് 80 രൂപ ആയിരുന്നത് 200 രൂപ, 120 രൂപ എണ്ണ നഷ്ടം വന്ന്. ഹല്ലേലൂയ. അപ്പം നിനക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ നഷ്ടത്തിൽ ജീവിക്കാനാണോ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടത് ചോദിക്കണ്ടേ? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സാധനങ്ങൾക്ക് വില കയറി വരുമ്പോഴും നീ അന്നത്തെ 100 രൂപ കൂലി മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ലോകത്തിലാണോ നീ ജീവിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് ചോദിക്കുന്നത് ദൈവം നിനക്ക് തരും. ഇവിടെ കെട്ടുമുറിയപ്പോഴും അവൻ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു എന്ന ബൈബിൾ പറയുന്നത്. പ്രതികൂലമായി തീർന്നുകൊണ്ടിരുന്നപ്പോഴും അവൻ വിശ്വസിച്ചു. അതേ ഒടുവിൽ വിശ്വസിച്ചത് സംഭവിച്ചുവെങ്കിൽ നിങ്ങളുടെ കെട്ടുമുറിയിരിക്കുകയായിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയായിരിക്കാം. പ്രാർത്ഥനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സകലതും അടയ്ക്കപ്പെട്ടു എന്ന് നമ്മുടെ ടീമിലുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഹല്ലേലൂയ. കൂടുതൽ അടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി അടച്ചത്? അപ്പോൾ നീ വിശ്വസിക്കാൻ വേണ്ടിയാ. സഹോദരി, നിന്റെ ജീവിതത്തിൽ ആ മുറുകുന്നത് എന്തിനു വേണ്ടിയാ? ഒരത്ഭുതത്തിന് വേണ്ടിയാ. അവൻ എന്തായി മാറി? ഒടുവിൽ അവൻ വിശ്വസിച്ച് തന്നെ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഒറ്റ ദിവസം കൊണ്ട് അവൻ മന്ത്രിയായി. ഹല്ലേലൂയ. പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് ജോസഫ് ആരായി മാറി? മന്ത്രിയായി മാറി. അതുകൊണ്ട് നിങ്ങൾ വായിക്കണം കേട്ടോ, ഒറ്റ ദിവസം കൊണ്ട് മന്ത്രിയായി മാറി. നമ്മുടെ ഇവിടെ ഒരാൾ മന്ത്രിയായി മാറണമെങ്കിൽ എന്തെല്ലാം ഇതൊക്കെയുണ്ട്, ഭയങ്കര പാടാ കേട്ടോ. പക്ഷെ ഇവിടെ ഒറ്റ ദിവസം കൊണ്ട് മന്ത്രിയായി മാറി. അവൻ വിശ്വസിച്ച പോലെ പിൽക്കാലത്ത് സഹോദരന്മാർ വന്ന് അവനെ വണങ്ങി. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാത്തത്. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കാത്തൊന്നല്ല കർത്താവിന്റെ വാഗ്ദാനം. കർത്താവിന്റെ വാഗ്ദാനം സംഭവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് ഈ രീതിയിലുള്ള പ്രാർത്ഥനകളൊന്നും വലിയ താല്പര്യം ഉണ്ട്. ഇങ്ങനെ പറഞ്ഞുള്ള പ്രാർത്ഥനയൊന്നും നമുക്ക് ഇഷ്ടമില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞുള്ള പ്രാർത്ഥനയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്താണ്? എന്നും നമ്മൾ പ്രാർത്ഥനക്കാരായിരിക്കും, പ്രാർത്ഥന എന്നുള്ളവരായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ ഇങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കും. ദാരിദ്ര്യം ഒരു സൈഡിലും, കടഭാരം ഒരു സൈഡിലും, പ്രശ്നം ഒരു സൈഡിലുമായിരിക്കും. എന്റെ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ആ ദൈവത്തിലൊന്ന് വിശ്വാസമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് മാറാനുള്ളതേ ഉള്ളൂ. 10 ദിവസം കൊണ്ട് അവരെ മാറ്റിമറിച്ച ദൈവം എന്റെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ കടം 10 ദിവസം കൊണ്ട്, 1 നിമിഷം കൊണ്ട് അവരെ മാറ്റത്തില്ലേ? മാറ്റുമോ? കടം മാറ്റുമോ? മാറ്റുന്നത് എങ്ങനെയാണ്? ഒരു 10 കോടി രൂപ കടമുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമോ? അവനെ സാധ്യമായിട്ടൊന്നുമില്ല. ഹാലേലൂയ. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ല, മാറ്റൊന്നും വിശ്വസിക്കുന്നുണ്ടോ? ഹാലേലൂയ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും. കട്ടപ്പനയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു സഹോദരൻ, ഷാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ അടുക്കൽ നാളുകൾക്ക് മുമ്പ് വന്നതാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ഭൂമി ജപ്തി ചെയ്തിട്ടിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സമയമായി. പ്രായമായ അപ്പനും അമ്മയും ആസ്മാരോഗിയായ ഭാര്യയും 2 കുഞ്ഞുങ്ങളും. പശു വളർത്തലിന് വേണ്ടി യൂണിയൻ ബാങ്കിൽ എടുത്ത പണം തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് ആദ്യം കൊണ്ട് നോട്ടീസ് ഒട്ടിച്ചു. പിന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ആദ്യകാലത്തൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ, ഇറക്കി വിടും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ അടുക്കിലേക്ക് അവൻ കൗൺസിലിംഗായിട്ട് വരികയാണ്. വരുമ്പോൾ 7 ദിവസം മാത്രമേ ഉള്ളൂ. 7-ൽ 6 ദിവസം പ്രതീക്ഷയോടെയാണ് വരുന്നത്. പ്രതീക്ഷയോടെ വന്നപ്പോൾ പ്രതീക്ഷയോടെ എനിക്ക് എന്നോട് മറുപടി പറയും. വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാമായിരുന്നു, എന്നെ ചെയ്യാനാ സഹോദരൻ, നമുക്ക് പ്രാർത്ഥിക്കാം, എവിടെയെങ്കിലും വഴി തുറക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് വേണം പറയാം. പറയത്തില്ലേ? പറയാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരനെ ഇരുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവരോട് പറഞ്ഞ കാര്യമില്ല, സഹോദര, നിന്റെ ആവശ്യങ്ങളെ കഴിഞ്ഞ് മതിയായവൻ തമ്പുരാനാണ്. നീ നിന്നേറ്റ പറയാം, നീ വിശ്വസിക്കണം. ഈ ജപ്തി നടപടിയെ കഴിഞ്ഞ് മതിയായവൻ എൻ്റെ യേശുവാണ് എന്ന് നീ ഏറ്റു പറയാം. നീ വിശ്വസിക്കണം.
ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് നീ വിശ്വസിക്കുക. ഈ 6 ദിവസം നീ വീടിനകത്തും പുറത്തും എന്ന് പറയാം. ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ പറയുന്നു, അതെല്ലാം പറഞ്ഞു വിട്ടു. എല്ലാ ദിവസവും എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈജിപ്റ്റ് നടക്കത്തില്ല. ഈജിപ്റ്റ് നടക്കത്തില്ല എന്ന് ഞാൻ അവനൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസം വിളിക്കും. 4 ദിവസമായി. ഇനി എത്ര ദിവസമുണ്ട്? 2 ദിവസം. ഈ 2 ദിവസം, അതായത് 4-ാമത്തെ ദിവസം വൈകുന്നേരം അവനെ വിളിച്ചപ്പോൾ അവനൊരു സന്തോഷക്കുറവ്. ഞാൻ ആശ്വാസം കൊടുത്തു, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. 5-ാമത്തെ ദിവസം ഇവൻ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു താല്പര്യമില്ല. ഹല്ലേലൂയ. കാരണം എന്താ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, താല്പര്യമില്ലാത്ത രീതിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞ സഹോദര ഷാജി, ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം നിന്റെ ആവശ്യത്തെക്കാൾ മതിയായവനാണ്, സർവശക്തനാണ്, എൽശദായിയാണ്. അവൻ ശാന്തനായിരുന്നിട്ട് പറയാ, എല്ലാം ശരിയാ. കൂടുതലൊന്നും സംസാരിച്ച് ഞാൻ ഫോൺ വെച്ചു. അന്ന് രാത്രി 5-ാമത്തെ ദിവസം രാത്രി, 6-ാമത്തെ ദിവസം ഇറക്കി വിടുകയെ. 5-ാമത്തെ ദിവസം രാത്രി ഇവർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നല്ല വാക്ക് കേട്ടാ ഞാൻ ഇല്ലാത്ത വണ്ടിക്കൂലി മേടിച്ച് കാഞ്ഞിരപ്പള്ളി വരെ വന്നു. ഇങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. ഇല്ലാത്ത പൈസ മേടിച്ചിട്ടാണ് വന്നത്. എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. നാളെ ഞങ്ങളുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. ഫോൺ കട്ടാക്കി. ഞാൻ എന്നെ വിളിക്കുന്ന രാത്രി ഒരു 10 മണി സമയത്താണ്. എനിക്ക് പിന്നെ ഉറങ്ങാൻ കഴിയും. ഇവൻ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഇവൻ മരിക്കാൻ പോവാ. അവസാനത്തെ ഫോൺ എൻ്റെ ഫോണിൽ എനിക്ക് വന്നിരിക്കുന്നതിൽ ആദ്യം തന്നെയാണ് പോലീസ് വിളിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായി കുറ്റിന് പിടിച്ച ജോമാലകരങ്ങളിൽ എടുത്തുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങി. അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ ഷാജിയോട് പറഞ്ഞത്, അങ്ങ് അവനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പറയാൻ തുടങ്ങി. അങ്ങ് പറഞ്ഞിട്ടല്ലേ അവനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് ഞാൻ. എനിക്ക് കരച്ചിലാണോ എന്നാണോ എനിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഒരു നേരത്തിൽ 3 മണി വരെ ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ചതിനെ ഓർത്ത് ഇവന്റെ വാക്കുകൾ എൻ്റെ കാതുകളിലേക്ക് മുഴങ്ങുക. അപ്പോൾ ആ രാത്രി എനിക്ക് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെ നേരം എടുത്തിട്ട് മരിക്കരുത്. തുറന്നു പറയാം നിങ്ങളോട്, എങ്ങനെ പ്രാർത്ഥിക്കും. ഈ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട്, കുർബാന ഇവനെ ഞാൻ സമർപ്പിച്ച് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ എന്നെ വിളിച്ചു. ആരും വിളിക്കുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ. കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും എടുക്കുന്നില്ല. എനിക്ക് കാപ്പ് പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു 9 മണിയായപ്പോൾ ഒന്നുകൂടെ വിളിച്ചു. കാര്യപ്പള്ളി അക്കരപ്പള്ളിയിൽ പോയിരുന്നു, കൊന്തയൊക്കെ ചെല്ലിയിട്ട് ഞാൻ ഒന്നോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്. അപ്പം ഈ പുള്ളിക്കാരി എന്നോട് പറയാം, നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ കൂടുതൽ ചിന്തകൾ ഇല്ല എന്ന് പറഞ്ഞു. പേപ്പർ കണ്ടില്ലേ, അങ്ങനെ പേപ്പർ ഉറപ്പായിട്ട് നടന്ന സംഭവം. ആ പേപ്പർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. എന്താ കാര്യം? ഈ ജപ്തി നടപടികൾ കാർഷിക കടങ്ങൾ എഴുതി തള്ളിയ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹമാണ് പ്രധാനമന്ത്രി. കേരളത്തിലെ 87 പേരുടെ കടങ്ങൾ, അത് ഇടുക്കി ജില്ലയിൽ നിന്ന് 4 പേരുടെ കാണാം. അതിൽ ഷാജിയുടെ പേര് 1-ാമത് കിടക്കുന്നു. കുറെ കാലത്തേക്ക് ഷാജി കുടുംബം എൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഷാജി കുടുംബം സഞ്ചരിച്ചുകൊണ്ട് സാക്ഷ്യമായിട്ട്
രാത്രിയുടെ യാമങ്ങൾ ഉറക്കമില്ലാതെ ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവർ, എന്തിനാ സംഭവിച്ചത്? ഈ ഷാജി അന്ന് എൻ്റെ അടുക്കൽ വന്ന് ഞാൻ ഈ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇന്ത്യൻ പാർലമെന്റിൽ കിടന്ന അപേക്ഷകൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ എടുപ്പിച്ച പ്രിയപ്പെട്ടവരെ അങ്ങനെ കാശികളങ്ങൾ എഴുതി കാണാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ആ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഉള്ളിലേക്ക് കയറിയെങ്കിൽ അത് അവന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയത് അനുഗ്രഹത്തിന്റെ ശക്തിയുള്ള അവനെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് വിശ്വാസത്തിനൊരു ശക്തി. അവൻ വിശ്വസിച്ചതിൽ കൂടുതൽ ഞാൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഷാജി വിശ്വസിച്ചതിന്റെ 10,000 മടങ്ങ് ഞാൻ വിശ്വസിച്ചു. എന്റെ വിശ്വാസം എന്താണ്? ഇത് അത്ഭുതമായി മാറിയില്ലെങ്കിൽ നാളെ അവനെ കുടുംബ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. ദൈവമേ, നീ അത് ചെയ്യാൻ സാധ്യമുള്ളവനാണെന്ന് ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ആവശ്യത്തേക്കാൾ മതിയായവൻ എന്റെ യേശുവ സർവ്വശക്തനാ. ഒന്ന് പറഞ്ഞേ, എന്റെ ആവശ്യത്തേക്കാൾ മതിയായവൻ എന്റെ യേശുവാണ്, സർവ്വശക്തനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒറ്റ ദിവസം കൊണ്ട് ജോസഫ് മന്ത്രിയായി. ജോസഫ് കണ്ട സംഭവം എന്തായിരുന്നു? താൻ മഹാനാകും, സഹോദരന്മാർ വന്ന് തന്നെ വണങ്ങുമെന്നുള്ളത്. അത് ദൈവം കൊടുത്തൊരു സന്ദേശമായി ജോസഫ് സ്വീകരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെ ജോഷുവ ഇസ്രായേൽ ജനവുമായി യാത്ര ചെയ്യുമ്പോൾ ഈ ജോഷുവ പ്രവാചകന് മോശയ്ക്ക് ശേഷം വന്ന ആളാണ്. അപ്പൊ ഈ ജോഷുവ ഇസ്രായേൽ ജനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് മുന്നിൽ വലിയ കോട്ട, ജെറിക്കോ കോട്ട എന്ന് പറയും. നമ്മൾ വായിച്ചിട്ടില്ല. ഈ കോട്ട വലിയ കോട്ടയാണ്. വലിയ മനുഷ്യർ, ആശയ്ക്ക് വകയില്ല. അവിടെയുള്ള ആളുകൾ വലിയ മനുഷ്യരാണ്. ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെല്ലാം മുന്നിൽ വലിയ കോട്ട, വലിയ മനുഷ്യർ. പ്രതീക്ഷയ്ക്ക് വകയില്ല. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എങ്ങനെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ? ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ജോഷ ചെയ്ത് ദൈവത്തെ നോക്കി ധൈര്യപ്പെട്ടു. ജോഷ നോക്കി ആരെ നോക്കി? ദൈവത്തെ നോക്കി. ദൈവത്തെ നോക്കിയിട്ട് ധൈര്യപ്പെട്ട് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞു അവരുടെ കോട്ടയ്ക്ക് ചുറ്റും നടക്കുക എന്നാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ജോഷുവോട് പറഞ്ഞ ഒരു കാര്യമാണ്. ജോഷുവ ദൈവത്തെ നോക്കിയപ്പോൾ ദൈവം ജോഷുവോട് പറഞ്ഞു അവരുടെ കോട്ടയ്ക്ക് ചുറ്റും നടക്ക്. ഹല്ലേലൂയ. ആർക്ക് ചുറ്റും നടക്കണം? അവിടെ കോട്ടയ്ക്ക് ചുറ്റും നടക്കണം. നമ്മളിന്ന് അതുകൊണ്ട് നമ്മുടെ ജെറിക്കോ കോട്ട തകർന്നതുപോലെ തകർന്നെന്ന് പറഞ്ഞ് നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ട് ഇന്ന് വരെ ഒരു വീട് പോലും തകർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. ജെറിക്കോ കോട്ട തകർത്തു, അതുകൊണ്ട് നമ്മൾ ജെറിക്കോ പ്രാർത്ഥന നടത്താം. വീടിന് ചുറ്റും തകർന്നുണ്ടായിരുന്നു വീട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വീട് സംരക്ഷിതമായി മാറി. എന്നാൽ ഇവിടെ ജോഷുവയുടെ നേതൃത്വത്തിൽ ആ കോട്ടയ്ക്ക് ചുറ്റും നടക്കാൻ പറഞ്ഞു. നടന്നു. ദൈവം പറഞ്ഞു ഇവർക്ക് സ്തുതിക്കണം. എന്തിനെന്ന് ജോഷുവ ചോദിച്ചില്ല, ചിന്തിച്ചില്ല. ജോഷുവ നേതാവാ, ഇസ്രായേൽ ജനത്തിന്റെ നേതാവാ. ജോഷുവയുടെ ദൈവം പറഞ്ഞ് നീ ഇതാ അവയ്ക്ക് ചുറ്റും ആ കോട്ടയ്ക്ക് ചുറ്റും നീയും നിന്റെ ജനങ്ങളും നടക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഉറക്കെ സ്തുതിക്കണം. ഉറക്കെ ആരെ സ്തുതിക്കണം? ദൈവത്തെ സ്തുതിക്കണം. എന്തിനെന്ന് ജോഷുവ ചോദിച്ചില്ല, ചിന്തിച്ചില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ നോക്കും. എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒത്തിരി പേര് വരും. ഒരു ദിവസം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ശരാശരി ഒരു 10 പേരെങ്കിലും ഒരു ദിവസം ചില ദിവസങ്ങൾ വരാറുണ്ട്. ഞാൻ ഇല്ലെങ്കിലും ആളുകൾ തോന്നും, ഉണ്ടെങ്കിലും. അപ്പൊ ഞാൻ ഇവരോടെല്ലാം പറയുന്ന കാര്യങ്ങൾ ഒരു 10% പേര് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. 100 പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ 10 പേര് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. 90 പേരും അത് തള്ളിക്കളയും. തള്ളിക്കളയുമ്പോൾ എന്തുണ്ടാകും? അവർക്കത് സാധിക്കത്തില്ല. ഇതെന്തിനെന്ന് ചോദിക്കുന്നവരുണ്ട്, പ്രയോജനം ഉണ്ടാകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം അയച്ചതായിരിക്കും എൻ്റെ അടുക്കൽ കൗൺസിലിംഗിന് വരുന്നത്. അങ്ങനെയെങ്കിൽ
ആ വരുന്ന ആളുകളുടെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് പറയുന്ന മറുപടി അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോഴാണ് അവിടെ അത്ഭുതം ഉണ്ടാവുക. ഇവിടെ ദൈവം യോശുവയോട് പറഞ്ഞു, നീ ആ കോട്ടയ്ക്ക് ചുറ്റും നടക്ക്. കൂടെയുള്ളവര് എന്ത് ചെയ്തിട്ടുണ്ടാകാം? യോശുവ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകത്തില്ല. കുറച്ചുപേരെ മടുത്തില്ലേ? 7 ദിവസം നടക്കണ്ടേ? കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം 7 ദിവസം നടക്കണം. അപ്പൊ യോശുവയുടെ കൂടെയുള്ള ആളുകൾ പിറുപിറുത്തിട്ടുണ്ടാകും, എന്നാ വേറെ പരിപാടിയൊന്നുമില്ലെന്ന് ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി യോശുവ ഈ കോട്ടയ്ക്ക് ചുറ്റും നടക്കാൻ തുടങ്ങി. ഈ ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ചു. മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ? ഇത് ചെയ്യുന്ന എന്തിനാണ് എന്ന് ചോദിക്കാതെ യോശുവ ഇതാ അബ്രഹാം ചെയ്തതുപോലെ ചെയ്യുക. ദൈവത്തിന് കഴിയും, ഈ കോട്ട തകർക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമാണ് യോശുവയിലേക്ക് വന്നത്. ദൈവത്തോട് ചോദിക്കുന്നില്ല, അവൻ രക്ഷിക്കുമെന്ന് യോശുവ വിശ്വസിച്ചു. ശത്രുവിന്റെ കോട്ട തകർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യോശുവ വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിച്ചു. യോശുവയോട് ദൈവം പറഞ്ഞു, ഇതിനു ചുറ്റും നിന്റെ ജനവുമായിട്ട് നീ നടക്ക്, സ്തുതിക്ക്, കരമയച്ച് എന്ന് പറഞ്ഞു. എന്തെളുപ്പമുള്ള പ്രാർത്ഥന! പ്രിയപ്പെട്ടവരെ, കോട്ട തകരാൻ ദൈവം പറഞ്ഞു കൊടുത്ത കാര്യമാ. നമ്മളും പല കോട്ടയ്ക്കുള്ളിൽ കിടക്കുക, നമ്മളും പല ഭവനങ്ങളിൽ ഇതാ തടവറയായി കിടക്കുക. എന്താ തടവറ? നമ്മുടെ കടം കാരണം ആ തടവറയ്ക്കുള്ളിൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ പ്രശ്നം കാരണം വീടിന്റെ വെളിയിലേക്ക് പോകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ തടവറ ഭേദിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ദൈവം പറയുന്നത് അവിടെ ചെയ്യേണ്ടത്. ഇവിടെ ആ കോട്ട തകരാൻ കാരണമായത് യോശുവ ദൈവത്തിന്റെ വാക്ക് കേട്ടു എന്നുള്ളതാണ്, ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇത് ദൈവത്തിന് കഴിയുമെന്നുള്ള ആ ഒരു സാക്ഷ്യമാണ് ആ കോട്ട തകർന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു വചനം കേൾക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17-18 വാക്യമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17-18 വാക്യത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു കാര്യമുണ്ട്. 17-ാം അധ്യായം 17-18 വാക്യങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്റെ മകൻ പാപങ്ങൾ അനുസ്മരിക്കുവാനും എന്റെ മകനെ കൊല്ലുവാനുമാണോ അങ്ങ് ഇവിടെ വന്നത്? ഏലിയ പ്രതിവദിച്ചു, നിന്റെ മകനെ ഇന്ന് തരിക. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ കർത്താവേ, എനിക്കിടം തന്നവളാണ് ഈ വിധവ. അവളുടെ മകൻ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണോ? പിന്നീട് അവന് ബാലന്റെ മേൽ 3 പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു, എന്റെ ദൈവമായ കർത്താവേ, ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ. കർത്താവ് ഏലിയയുടെ അപേക്ഷ കേട്ടു. കുട്ടിക്ക് പ്രാണൻ വീണ്ടും കിട്ടി, അവൻ ജീവിച്ചു. ഹല്ലേലൂയ. പറയാൻ കാരണം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17-18 വാക്യം പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കടന്നു വരുന്ന രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു വിധവയുടെ മകൻ മരിച്ചു. അവനെ ദൈവപുരുഷനായ ഏലിയായെ ഏൽപ്പിച്ചു. എന്നിട്ട് മരണശേഷം മുമ്പ് ഒരിക്കലും ജീവൻ ആർക്കും ചരിത്രത്തിൽ മടക്കി കൊടുത്തിട്ടില്ല. മുമ്പ് ഒരിക്കലും ചരിത്രത്തിൽ ജീവൻ തിരിച്ചു കൊടുത്തിട്ടില്ല. മരിച്ചുപോയാലും മരിച്ചു പോവുകയാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഏലിയ ചരിത്രം നോക്കിയില്ല. മുമ്പ് ആരെങ്കിലും ജീവനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് ഏലിയ പ്രവാചകൻ നോക്കുന്നില്ല. അവനെന്താ ചിന്തിച്ചത്? എന്റെ ദൈവം എന്റെ ആവശ്യത്തെക്കാൾ അധികം വലിയവനാണ് എന്ന് വിശ്വസിച്ചു. എന്റെ ദൈവം എന്റെ ആവശ്യത്തെക്കാൾ അധികം വലിയവനാണ് എന്നാണ് ഏലിയ ചിന്തിക്കുന്നത്. ആ ബാലന് വേണ്ടി ഇതാ ഏലിയ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഇപ്പോൾ ബൈബിളിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഏലിയ പ്രാർത്ഥിച്ചു. ഏലിയ പ്രാർത്ഥിച്ചത് സംഭവിക്കുന്നത്, ആ ബാലന് ജീവനെ തിരികെ കിട്ടി. എങ്ങനെയാ തിരിച്ചു കിട്ടിയത്? ഏലിയ വിശ്വസിച്ചതുപോലെ, ഏലിയ പ്രാർത്ഥിച്ചതുപോലെയാണ് ജീവൻ തിരിച്ചു പ്രവേശിച്ചത്. കർമ്മറ്റി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണമെങ്കിൽ ഏലിയയ്ക്ക് സംശയിക്കാം, ഇതിനു മുമ്പ് ചരിത്രത്തിൽ എവിടെയെങ്കിലും മരിച്ചവൻ ജീവനിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഏലിയ ചിന്തിച്ച, എന്റെ ദൈവത്തിന് അസാധ്യമായി
ഒന്നുമില്ല എന്നുള്ള വിശ്വാസത്താൽ ഏലിയ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും നടക്കുന്നത്. നമ്മളും പലയിടത്തും പോയി പ്രാർത്ഥിക്കാൻ പോകുന്നതും പല കൗൺസിലേഴ്സിനെയും അച്ഛന്മാരെയും വചനപ്രഘോഷിയാൽ അടുക്കിലേക്ക് പോകുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ചിലത് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ എത്തണമെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒക്കെ സഹായം വേണം. ഈ സഹായം കിട്ടാൻ ചെന്നിട്ട് സംശയിച്ചു പോന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു മാറ്റം വരികയില്ല. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഏലിയ വിശ്വസിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ സംഭവിച്ചു. ഏലിയ വിശ്വസിച്ചത് എന്താ? ഏലിയ വിശ്വസിച്ചത് ഈ കുഞ്ഞിൽ ജീവൻ പ്രവേശിക്കുമെന്ന്. ഏലിയ പ്രാർത്ഥിച്ചത് എന്താ? ദൈവമേ, ഈ കുഞ്ഞിന്റെ ജീവനേക്കാൾ മതിയായവൻ അങ്ങാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള രണ്ടാമത്തെ പ്രാർത്ഥന അവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റുന്നത്. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? മറ്റൊരു വചനം പറയുന്നു, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ കാണുകയാണ്. സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി. ധീരനും പരാക്രമിയായിരുന്നുവെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ 5:1 നയമാൻ എന്ന പട്ടാള ഓഫീസർ, ഈ പട്ടാള ഓഫീസർക്ക് കുഷ്ഠരോഗം ബാധിച്ചു. കുഷ്ഠരോഗം ബാധിച്ചു. അയാൾ ഈ കുഷ്ഠരോഗം ബാധിച്ച സമയത്ത് ഈ സൈന്യാധിപൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തെ പറ്റി കേട്ടു. ഹല്ലേലൂയ. ഈ കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞപ്പോൾ ആരെ കുറിച്ച് കേട്ടു? ആരെ കുറിച്ച് കേട്ടു? ദൈവത്തെ കുറിച്ച് കേട്ടു. നയമാൻ എന്ന പട്ടാള ഉദ്യോഗസ്ഥൻ അവൻ കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞപ്പോൾ മറ്റാരെ കുറിച്ചും കേട്ടില്ല, ദൈവത്തെ കുറിച്ച് കേട്ടു. എന്റെ കടബാധ്യത വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആരെ കുറിച്ച് കേൾക്കണം? ദൈവത്തെ കുറിച്ച്. ആരെ കുറിച്ച് കേൾക്കണം? ദൈവത്തെ കുറിച്ച് കേൾക്കണം. എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഞാൻ ആരെ കുറിച്ച് കേൾക്കണം? യേശുവിനെ കുറിച്ച് കേൾക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവൻ കേട്ടത് എങ്ങനെയാ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഈ നയമാൻ കേട്ട കാര്യങ്ങളാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. അയാൾ ആ ദൈവത്തെ അറിയുകയില്ല. അയാൾ കേട്ട കാര്യങ്ങളാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അയാൾ ആ ദൈവത്തെ അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഈ ദൈവത്തെ ആരാധിക്കുന്ന, മനസ്സിലാക്കണേ, ഈ ദൈവത്തെ അറിയത്തില്ലാത്തത് കൊണ്ട് ഈ നയമാനൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. അതിനാൽ ഈ ദൈവത്തെ ആരാധിക്കുന്ന എലീശ എന്ന ദൈവപുരുഷനെ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. നയമാൻ എന്ന പട്ടാള ഉദ്യോഗസ്ഥന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്നറിയാം. എന്നാൽ അയാൾ ഈ ദൈവത്തെ അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനാൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന എലീശ എന്ന ദൈവപുരുഷനെ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടത്തില്ല. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഓരോ സ്ഥലങ്ങൾ തെളിഞ്ഞു വരുന്നത്. ഓരോ പ്രാർത്ഥനാ കേന്ദ്രങ്ങളും പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയൊക്കെ ദൈവം നമുക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയാണ്. നയമാന പ്രാർത്ഥനയെ കുറിച്ച് അറിയത്തില്ല, ദൈവത്തെ കുറിച്ച് അറിയത്തില്ല, പക്ഷേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നറിയാം. അതേ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ അറിയണമെങ്കിൽ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ആയതിനാൽ ആ ദൈവത്തെ ആരാധിക്കുന്നവൻ ആരാണ് എന്നാണ് നയമാൻ അന്വേഷിച്ചത്. കർമ്മത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ എലീശ എന്ന ദൈവപുരുഷനെയാണ് കണ്ടുപിടിച്ചത്. എലീശ ഭയന്നില്ല. ഈ എലീശയുടെ അടുക്കലേക്ക് നയമാൻ കൊണ്ടുവന്നപ്പോൾ ഇതാ എലീശ ഭയന്നില്ല. കാരണം എന്താ? കുഷ്ഠരോഗം സുഖമാകുമോ എന്ന് ചിന്തിച്ചില്ല. കുഷ്ഠരോഗം ഇതാ സുഖമാകുമോ എന്ന് എലീശ ചിന്തിച്ചില്ല. എന്നിട്ടും അദ്ദേഹം രോഗിയോട് പറഞ്ഞു, നീ സുഖമാകും, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കുഷ്ഠരോഗിയാകുന്ന നയമാൻ എന്ന പട്ടാള ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുമ്പോൾ എലീശ ഭയന്നില്ല. കുഷ്ഠരോഗം സുഖമാകുമെന്ന് ചിന്തിച്ചില്ല.
എന്നിട്ട് മഹാദേവം നയമാൻ എന്ന കുഷ്ഠരോഗിയോട് പറഞ്ഞ ഒരു വാക്ക്, നീ സുഖമാകും, ഞാൻ വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത്. കരമറ്റി പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ ആത്മീയാർത്ഥമുണ്ട്. നയമാനെ ഏലിയായുടെ അടുക്കലേക്ക്, എലീശയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ എലീശ അവരോട് പറഞ്ഞ കാര്യമാ, നീ സുഖമാകും, ഞാൻ വിശ്വസിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്റെ അടുക്കൽ പലരും വരുമ്പോൾ ഞാൻ അവൻ എന്ത് വിശ്വാസമാണെന്നല്ല ഞാൻ നോക്കുന്നത്. ഞാൻ അവനോട് പറയുന്ന കാര്യം, സഹോദര, നിന്റെ കടം മാറും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് മനസ്സിലാക്കി ഞാൻ പറയാറുണ്ട്, നീ സുഖമാകും, നിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന്. ഇത് എത്ര പേര് വിശ്വസിച്ച് സ്വീകരിക്കുന്നു? അത് 10% പ്രിയപ്പെട്ടവരെ. 90% പേരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. അവരെ ചിന്തിക്കുന്നില്ല, ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാ. എന്നാൽ ഇവിടെ ഇതാ പ്രിയപ്പെട്ടവരെ, എലീശ അവിടെ സംശയിക്കുന്നില്ല. ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയിച്ചില്ല, വിശ്വസിച്ചു. ഈ എലീശയുടെ വിശ്വാസത്തിൽ നയമാൻ എന്ന പട്ടാള ഉദ്യോഗസ്ഥനും വിശ്വസിക്കുകയാ. കുഷ്ഠരോഗം ദൈവത്തിന് ഒരു സന്തോഷം കൊടുക്കുന്ന കാര്യമല്ല. ഒരു രോഗവും മനുഷ്യന് വന്നു കഴിയുമ്പോൾ ദൈവത്തിന് സന്തോഷം തരത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ എലീശ പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കുന്ന ദൈവപരിശുദ്ധനായ എലീശ നയമാനോട് പറഞ്ഞു, നീ സുഖമാകും, നീ സുഖമാകും എന്ന് പറഞ്ഞത്. ഈ വാക്ക് കേൾക്കുന്നവരുടെ വിശ്വാസത്തിലാണ് അത്ഭുതം സംഭവിക്കുന്നത്. യേശുവിന്റെ അടുക്കൽ പല രോഗികളും വന്നു, പല രോഗികളെ കൊണ്ടുവന്നു. യേശു ചോദിച്ചു, നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? നീ ഇത് വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെയും ഇത് തന്നെയാ. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസമാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കാരണമായി മാറുന്നത്. ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം സൗഖ്യമാക്കുന്നു എന്ന് എലീശ വിശ്വസിച്ചു. ദൈവം സൗഖ്യമാക്കുന്നത് ആരെയാ? തന്റെ മുന്നിലായിരിക്കുന്ന ഈ സൈന്യാധിപനായ നയമാൻ എന്ന കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു എന്ന് എലീശ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, അതെ, ഇത് വിശ്വസിച്ച് വീണ്ടും പറഞ്ഞു, യു ആർ എ ഹീലിംഗ്, നീ സൗഖ്യമാകുന്നു, നീ സൗഖ്യമാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞപ്പോൾ നയമാൻ കണ്ടത് സ്വീകരിച്ചു. നയമാൻ എന്ത് ചെയ്തു? നയമാൻ അനുസരിച്ചു. നയമാൻ അത് അനുസരിച്ചു. ഈ എലീശ പറഞ്ഞു, നീ സൗഖ്യമാകും എന്ന് പറഞ്ഞപ്പോൾ നയമാൻ അത് അനുസരിച്ചു. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ എലീശ പറഞ്ഞ കാര്യം അവൻ അനുസരിച്ചു. ഞാൻ സൗഖ്യമാകും. എലീശ പറഞ്ഞു, നീ സൗഖ്യമാകും. നയമാൻ ഏറ്റു പറഞ്ഞു, ഞാൻ സൗഖ്യമാകും. ഹല്ലേലൂയ. ഇതാണ് അനുസരണ. നിന്റെ കടം വീഴുമെന്ന് സഹോദര നിന്നോട് ഞാൻ പറയുമ്പോൾ നീ എന്താ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കടം വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെയാണ് അത്ഭുതത്തിന്റെ ആരംഭം കുറിക്കുന്നത്. ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നീ ഏറ്റു പറയുന്നില്ല എങ്കിൽ നീ അത് വിശ്വസിക്കുന്നില്ല എന്നർത്ഥമാണ്. നിന്റെ ലക്ഷങ്ങളുടെ കടബാധ്യത നോക്കി ഞാൻ സഹോദര സഹോദരൻ നിന്നോട് പറയുക, നിന്റെ കടം ഇതാ യേശു വീട്ടുമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം? നീ അവിടെ അത് അനുസരിക്കണം. അനുസരിക്കുന്നത് എങ്ങനെയാ? ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ലക്ഷങ്ങളുടെ കടം വീട്ടാൻ എന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ ദൈവത്തിന്റെ അത്ഭുതം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. കരമറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. നയമാൻ അനുസരിച്ചപ്പോൾ സൗഖ്യമായി. എലീശ വിശ്വസിച്ചതുപോലെ അതേ പ്രിയപ്പെട്ടവരെ, എലീശ വിശ്വസിച്ചത് ഇവൻ സൗഖ്യമാകുമെന്ന് എലീശ വിശ്വസിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം സാധാരണക്കാരായ മനുഷ്യർക്ക് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാൽ ചെയ്തു കൊടുത്ത ഏതെങ്കിലും അത്ഭുതങ്ങളും ഭൂമിയിൽ ഏറ്റു പറയുന്നുണ്ടോ? അത് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വീണ്ടും വീണ്ടും ഒരു കൂടെ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, വൻ കാര്യങ്ങൾ മനുഷ്യന് ഭാവന ചെയ്യാൻ കഴിവുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തിൽ ഏറ്റു പറയുന്നവർക്ക് അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ ഏറ്റു പറയും. അത് പ്രിയപ്പെട്ടവരെ, എന്താണ് ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്, നിർബന്ധിക്കുന്നത്? നിങ്ങൾ അറിയണം. എന്താണ് ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്, നിർബന്ധിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഒരുത്തന്റെ കടം വീഴുന്നു, അത് കടം വീടി എന്ന് പ്രാർത്ഥിച്ചതാണ്. അതല്ല പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്?
നിർബന്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പ്രവചിക്കുന്ന സമയം പുണ്യമാണ്. ഹല്ലേലൂയ. ഒരുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയം, അത് പുണ്യമായ സമയമാണ്. ഹല്ലേലൂയ. അത് വിളിക്കുന്ന സമയം പുണ്യമാണ് എന്ന് നീ അറിയണം. എവിടെ വെച്ചാണ് ഒരു പ്രാർത്ഥനാ സമയം ആവശ്യപ്പെടുന്നത്? റോഡിൽ വെച്ചോ, എവിടെ വെച്ചായിക്കൊള്ളട്ടെ, അവനെ കണ്ടുമുട്ടുമ്പോൾ അവൻ പ്രാർത്ഥനാ സമയം ആവശ്യപ്പെടുമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത് പുണ്യമായ ഒരു സമയമാണ്. ആ സമയത്താണ് അത്ഭുതങ്ങൾ ആരംഭിക്കാൻ തുടക്കം കുറിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുന്നത് പുണ്യമാണ്. രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയം പുണ്യമാണ്, ദൈവത്തെ വിശ്വസിക്കുന്ന സമയം പുണ്യമാണ്. ഇവിടെ നയമാന് വേണ്ടി വിശ്വസിച്ചതാണ് എലീശയാണ്. പ്രിയപ്പെട്ടവരെ, എലീശ വിശ്വസിച്ച സമയം പുണ്യമാണ്. എലീശ നയമാന് വേണ്ടി പ്രാർത്ഥിച്ച സമയം പുണ്യമാണ്. ആ പുണ്യമായ സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വന്നു എന്നുള്ളതാണ് ബൈബിൾ നമുക്ക് പറയുന്ന സന്ദേശം. കരമേറ്റി പറഞ്ഞ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. ഈ ഒരു പുണ്യമായ സമയം നമ്മളൊന്നും കണ്ടെത്താറില്ല. നമ്മൾ ഉറക്കം തൂങ്ങിയും എല്ലാവരും ഉറക്കം പിടിച്ചു കഴിയുമ്പോഴൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. പലപ്പോഴും തൂങ്ങിക്കൊണ്ടാ തോണ്ടി പറയും, നിങ്ങളൊന്നും പ്രാർത്ഥിക്കാൻ ഇരിക്കെ. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എന്റെ ദൈവത്തെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പുണ്യ സമയമായി മാറും. ഉറക്കുന്ന തൂങ്ങുന്ന സമയം പുണ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് ദൈവത്തിന്റെ അത്ഭുതം വഴിമാറും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉന്മേഷത്തോടെ, ഉണർവോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ നീ ദൈവത്തെ വിളിക്കുമ്പോൾ അതൊരു പുണ്യ സമയമാകാം. കുടുംബ പ്രാർത്ഥനയിൽ എത്രയോ കുടുംബ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. 10-12 മക്കളുടെ കുടുംബങ്ങളിൽ ആദ്യകാലങ്ങളിലേക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അത് ദൈവത്തെ വിളിക്കുന്ന സമയം പുണ്യമായി കണ്ട് ആ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 7 മണി എന്ന് പറയുന്ന സമയം പുണ്യമായി കണ്ട് 7 മണിക്ക് തിരികളിക്കണം, മുട്ടുമേൽ നിൽക്കണം, ജപമാല കരങ്ങളിൽ എടുക്കണമെങ്കിൽ അതൊരു പുണ്യ സമയമായിരുന്നു. ഇന്ന് ആ സമയക്രമം തെറ്റി, കാലക്രമം തെറ്റി എന്ന് പറയുന്നത് പോലെ സമയത്തിന്റെ ക്രമം തെറ്റി. ഇഷ്ടമുള്ള സമയത്ത് അതേ അവൻ പ്രാർത്ഥിക്കാനിരിക്കുന്നു. അവന് തോന്നിയ സമയമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട് ചെറുകയ, കുടുംബങ്ങൾ ചിന്തകരമാവുക, സമാധാനം പടിയിറങ്ങുക, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, ദാരിദ്ര്യത്തിന്റെ, കടബാധ്യതയുടെ കെട്ടുകളാണ് ഇന്ന് ഭാരതത്തെ നയിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന സമയം പുണ്യമാണ് എന്ന് ഏതൊരു ദൈവമേലും അറിയുന്ന വിശുദ്ധ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന സമയം അത് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പുണ്യ സമയമാണ്. ആ സമയത്തെങ്കിലും പ്രിയ ദൈവമേലെ നീ ഒന്ന് പുണ്യ സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ബലിപീഠത്തിൽ ദൈവത്തിന്റെ ബലി അർപ്പിക്കപ്പെടുന്ന സമയം നിന്റെ ചിന്തകൾ അമേരിക്കയിലോ, ഇംഗ്ലണ്ടിലോ, UK-യിലോ, ഓസ്ട്രേലിയയിലോ, കാനഡയിലോ എവിടെയാ നീ കൊണ്ടുപോകുന്നത്? തെറ്റ്. അത് പുണ്യ സമയമല്ല. ഇവിടെ തന്നെയാണെങ്കിൽ, ഈ ബലിപീഠത്തിലാണെങ്കിൽ അത് പുണ്യ സമയമായി മാറും. കരമറ്റി പറഞ്ഞ ഹല്ലേലൂയ. അതിനാവശ്യം നമ്മുടെ തകർന്നത് ഈ പുണ്യ സമയമായി മാറണമെങ്കിൽ, ഈ സമയം വിശുദ്ധമായി മാറണമെങ്കിൽ, ദൈവത്തിന്റെ അത്ഭുതം നമ്മളിലേക്ക് ചലിക്കാൻ കാരണമായി മാറുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? അതിനാവശ്യം നമ്മുടെ തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയമാണ്. എങ്ങനെയാ അത്ഭുതം സംഭവിക്കുന്നത്? അത് നമ്മുടെ തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയമാണ്, അവനിലുള്ള വിശ്വാസമാണ്. ഈ 3 കാര്യങ്ങൾ വേണം. നമ്മുടെ ഹൃദയം തകർന്നു നുറുങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ആ ഹൃദയത്തിന്റെ മേലുള്ള പാപത്തിന്റെ, അശുദ്ധിയുടെ എല്ലാ കെട്ടുകളും തരിപ്പണമാക്കണം. എനിക്ക് പ്രശ്നത്തിന്റെ മേൽ ഒരു വേദന ഉണ്ടാകണം. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തെ കുറിച്ച് ആഗ്രഹം ഉണ്ടാകണം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കാൻ വേണ്ടി എന്റെ ഹൃദയം തുറക്കണം. അതാ ഈശോ പറഞ്ഞത്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകണമെന്ന് പറഞ്ഞതിന്റെ കാരണമില്ല. ഈ ഹൃദയം തുറക്കണം പ്രിയപ്പെട്ടവരെ. ഈ ഹൃദയത്തിന്റെ വാതിൽ തുറക്കണം. അവനുള്ള വിശ്വാസം നീ ഏറ്റുപറയണം. അതേ, ഗുണസമ്പന്നനായ ദൈവത്തിൽ നിസ്സഹായനായ മനുഷ്യൻ വിശ്വാസം അർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഗുണസമ്പന്നനായ ദൈവത്തിൽ നിസ്സഹായനായ മനുഷ്യൻ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ വലിയവനായ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം ദൈവത്തെ ചലിപ്പിക്കും, ഇളക്കും. അതാണ് അത്ഭുതത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിൽ ഉടനീളം കാണുന്നത് അങ്ങനെയാ.
ഗുണസമ്പന്നനായ ദൈവത്തിൽ നിസ്സഹനായ മനുഷ്യൻ വിശ്വാസമർപ്പിക്കുമ്പോൾ ആ വലിയവനായ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം ദൈവത്തെ ചലിപ്പിക്കും, ഇളക്കും. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ പ്രശ്നങ്ങള് ക്യാൻസർ ആകട്ടെ, ട്യൂമറാകട്ടെ, മഞ്ഞപ്പിത്തമാകട്ടെ, ന്യൂമോണിയാകട്ടെ, കുഷ്ഠരോഗമാകട്ടെ, അവിടെയെല്ലാം അത് മാറ്റം പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ചലിപ്പിക്കാൻ പറ്റും, ദൈവത്തെ ഇളക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കേണ്ട ഒരു ബൈബിൾ ഭാഗമാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിന്റെ അകത്ത് വിശ്വാസത്തിന്റെ ചില അത്ഭുതങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നത് നോക്കാം. അവിടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. വിശ്വാസത്തിൽ ഹാബേൽ, വിശ്വാസത്തിൽ ഹാനോക്ക്, വിശ്വാസത്തിൽ നോഹ, വിശ്വാസത്തിൽ അബ്രഹാം, വിശ്വാസത്തിൽ സാറ, വിശ്വാസത്തിൽ ഇസ്ഹാക്ക്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിരിക്കുന്നു. വിശ്വാസത്തിൽ യാക്കോബ്, വിശ്വാസത്തിൽ ഇസ്ഹാക്ക്, ഇങ്ങനെ അനേക കാര്യങ്ങൾ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? ദൈവത്തെ ചലിപ്പിച്ചവരല്ല, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ കാരണമായ കഥാപാത്രങ്ങൾ അവരല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു 11-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, അതേ ദൈവത്തെ ചലിപ്പിച്ചവര് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തെ ചലിപ്പിക്കാൻ പറ്റും. എന്റെ നിങ്ങളെ പ്രശ്നം അവസാനിപ്പിക്കാൻ ഈ ദൈവത്തെ നമുക്ക് ഇളക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അത്ഭുതം ചെയ്തല്ല, വിശ്വാസത്താണ്, വിശ്വാസത്തിന്റെ പരിചയം, ഇത് പ്രാർത്ഥനയുടെ ശക്തിയാ ദൈവത്തെ ചലിപ്പിക്കാൻ പറ്റും. നിന്റെ കടമല്ല, നിന്റെ പ്രശ്നമല്ല, നിന്റെ രോഗമല്ല വരുന്നത്, ദൈവമാണ്. ഓ സർവശക്തനായ എൻ സദായാണെന്ന് നീ വിളിച്ചു പറഞ്ഞ ആ വിളി കേൾക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം നിന്റെ പ്രശ്നത്തിന്റെ മേൽ ഇറങ്ങി വരുന്നത് നിനക്ക് കണ്ടുകൊണ്ട് കാണാം. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റ് നമ്മൾ നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സർവശക്തനായ ദൈവത്തെ ചലിപ്പിക്കാതെ വരന്തവും ഭൂമിയിൽ സംഭവിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് വലുത്. ഈശോ പറഞ്ഞു, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവർ, എത്ര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ മേൽ ദൈവം ഇറങ്ങി വരും. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ മാറാത്തതായി ഒന്നുമില്ല. ചിലത് ചിലപ്പോൾ കാലതാമസം ഉണ്ടാകും. ആ കാലതാമസം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന വാക്കുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭാവിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ചില വചനങ്ങൾ എടുത്ത് ആ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ ആ ഭാവിയിലുള്ളതേ സംഭവിക്കത്തുള്ളൂ. ഇതാ ഭൂതത്തെ കുറിച്ച്, ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴാണ്. എന്നാൽ ഈ വർത്തമാന കാലത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഈ വർത്തമാന കാലം എന്ന് പറയുന്ന ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ, പ്രിയപ്പെട്ടവരെ, പ്രദോഷം മുതൽ പ്രഭാതം വരെ ഉറങ്ങാനുള്ളതാ. ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതേ പ്രിയപ്പെട്ടവരെ, പ്രഭാതം മുതൽ പ്രദോഷം എന്ന് പറയുന്നത് ഈ പ്രഭാത സൂര്യകിരണങ്ങളേറ്റ് സായംകിരണങ്ങൾ അവസാനിക്കുന്നത് വരെ എനിക്ക് നിങ്ങൾക്ക് സഞ്ചാരപഥമുണ്ട്, എനിക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാനുണ്ട്, എനിക്ക് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ കാണാനുള്ള അവകാശമുണ്ട്. സൃഷ്ടിപരമായ സകലതയെ തലോടാനുള്ള അവസരമുണ്ട്. ഇതാണ് എന്റെ സമയം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നാണ് എനിക്ക് ആവശ്യമെങ്കിൽ ഇന്ന് ഞാൻ എന്റെ ദൈവത്തെ വർത്തമാനകാലത്തിലേക്ക് പറയുക. ദൈവം എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കാം പ്രിയപ്പെട്ടവരെ. 8 വചനങ്ങളിലേക്ക്